ഈ പരശുരാമനും നവംബർ 1 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പുരാണ ഐതിഹ്യമനുസരിച്ച് പരശുരാമൻ കടലിൽ നിന്നും മഴുവെറിഞ്ഞ് വീണ്ടെടുത്തതാണ് കേരളമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ചരിത്രപരമായി 1956 നവംബർ 1 സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ പ്രദേശം എന്നിവ കൂട്ടിച്ചേർത്ത് കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കുകയാണ് ഉണ്ടായത്. കഥ കേട്ട് വളർന്ന കുട്ടികൾ ചിന്തിച്ചത് പരശുരാമന്റെ കാലത്തും ക്രിസ്തു വർഷവും നവംബറും ഒക്കെ ഉണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ ചരിത്രം അറിഞ്ഞു വളർന്ന കുട്ടികൾ സംസ്ഥാന പുനഃസംഘടനയെക്കുറിച്ചും ഐക്യ കേരള പ്രസ്ഥാനത്തെക്കുറിച്ചും പോറ്റി ശ്രീരാമലുവിനെ പോലെയുള്ളവരുടെ ജീവത്യാഗത്തെക്കുറിച്ചും അറിഞ്ഞ് നമ്മൾ ഇന്നീ കാണുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ രൂപീകരണത്തിന് പിന്നിലെ വലിയ കഥകൾ മനസ്സിലാക്കി. കഥകൾ നല്ലതാണ്, എന്നാൽ ചരിത്രത്തെ കഥകൾ കൊണ്ട് മൂടിവെക്കരുത്. കഥകളും പുരാണങ്ങളും നമ്മുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും പ്രതീകമാണ്. അവയ്ക്കൊപ്പം തന്നെ ചരിത്രവും നിലകൊള്ളുന്നു. നമ്മുടെ കുട്ടികളുടെ അറിവ് വളരട്ടെ, അറിയാനുള്ള ആഗ്രഹവും വളരട്ടെ. കഥകളെയും വസ്തുതകളെയും വേർതിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധിയോടുകൂടി തന്നെ അവരും വളരട്ടെ.